ഇന്ന് ഉലുവച്ചീര കൊണ്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി 1.5 ഗ്ലാസ് പച്ചരി, ഈ ഗ്ലാസ്സിലാണ് ഞാൻ അളന്നെടുത്തിരിക്കുന്നത്, നല്ലതുപോലെ കഴുകി ഒരു 3 മണിക്കൂർ കുതിരാൻ വയ്ക്കുക. ഈ സമയം കൊണ്ട് ഉലുവച്ചീരയുടെ ഇലകൾ മാത്രമായിട്ട് അടർത്തിയെടുക്കുക. അതിൻ്റെ തണ്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല, അതിന് കുറച്ച് കട്ടി കൂടുതലാണ്. ദോശയ്ക്കായതുകൊണ്ട് ഇലകൾ മാത്രമായിട്ട് ഉതിർത്തെടുക്കുക. ഇതെല്ലാം നല്ലതുപോലെ അടർത്തിയെടുത്തതിന് ശേഷം 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വെള്ളം തോരാൻ വേണ്ടി വയ്ക്കുക. നല്ലതുപോലെ കഴുകുക, നല്ല അഴുക്കും മണ്ണും കാണാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കൊട്ടയിലോ ദ്വാരമുള്ളൊരു പാത്രത്തിലോ കഴുകി വെള്ളം വാലാൻ വേണ്ടി വയ്ക്കുക. അടിയിലൊരു പാത്രം വയ്ക്കുന്നത് നല്ലതായിരിക്കും, താഴെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി. ഈ സമയം കൊണ്ട് മാവ് തയ്യാറാക്കാം. ഒരു അരമുറി തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം അളവിൽ പുളിയും കൂടി വെള്ളം ചേർത്തതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കുക. ഈ ജാറിലേക്ക് തന്നെ അരിയും കൂടി ഇട്ട് ഒരു 2 ബാച്ചാക്കി അരച്ചെടുക്കുക. ഒരു തവി ചോറും കൂടി ചേർത്തിട്ടുണ്ട്, അത് ഓപ്ഷണലാണ്, എല്ലാവരും ചേർക്കണമെന്നില്ല, ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഈ മാവ് നല്ലതുപോലെ കൺമഷി മയത്തിൽ അരച്ചെടുക്കുക. ഈ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ കുറച്ച് കായപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. മാവിന് കട്ടി കൂടിയെന്ന് തോന്നിയാൽ അല്പം കൂടി വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസാക്കി എടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഉലുവച്ചീര ചേർത്ത് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി വെള്ളവും അരിഞ്ഞു വെച്ച ഇലയും പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാവ് കുറച്ച് ലൂസായി ഇരിക്കുന്നതാണ് നല്ലത്. അടുപ്പിൽ ദോശക്കല്ല് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ പുരട്ടിയതിന് ശേഷം ഈ മാവ് കോരിയൊഴിച്ച് സാധാരണ ദോശ പരത്തുന്നത് പോലെ പരത്തുക. ശേഷം മൂടി വെച്ച് വേവിക്കുക. ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും തുറന്ന് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചതിന് ശേഷം ദോശ മറിച്ചിടുക. ടേസ്റ്റും ഗുണവുമുള്ള ഉലുവച്ചീര ദോശ തയ്യാറായി കഴിഞ്ഞു. ഇതിന് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതുപോലെ തന്നെ കഴിക്കാവുന്നതാണ്. ഈ ഒരു ദോശയ്ക്കുള്ള മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമില്ല, അപ്പോൾ തന്നെ അരച്ച് ഉണ്ടാക്കാവുന്നതാണ്.